ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സമയമാണ് വിവരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പ്രകൃതിയ പരസ്പരം കലഹിക്കാറുള്ള പക്ഷികൾ, മൃഗങ്ങൾ മുതലായവ വൈരമൊക്കെയും വെടിഞ്ഞ് ഒരുമിച്ച് ചേർന്ന് കളിച്ചു. ഷഡ്പദങ്ങൾ പൂക്കളിലെ തേൻ നുകർന്നുകൊണ്ട് ആനന്ദോന്മത്തരായി ഗാനാലാപം തുടങ്ങി. ശൈത്യം, സൗരഭ്യം, മാന്ദ്യം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയ കാറ്റ് എങ്ങും വീശി. ബ്രാഹ്മണരുടെ ഹോമകുണ്ഡങ്ങളിലെ അഗ്നി പ്രദക്ഷിണം ചെയ്യുന്ന ജ്വാലകളോടുകൂടി വിളങ്ങി. സജ്ജനങ്ങളുടെ ഹൃദയങ്ങൾ ക്ലേശബാധകളെല്ലാം നശിച്ച് പ്രസന്നമായി തീർന്നു. കംസൻ മുതലായ ദുഷ്ടന്മാരാകട്ടെ സന്തോഷം കെട്ടവരായി ക്ലേശിച്ചു. ദേവന്മാരുടെ പെരുമ്പറകൾ ശ്രീകൃഷ്ണാവതാരത്തെ വിളംബരം ചെയ്തുകൊണ്ട് ആകാശത്തിൽ ആഘോഷപൂർവ്വം മുഴങ്ങിക്കൊണ്ടിരുന്നു. ശ്രീകൃഷ്ണാവതാര മുഹൂർത്തത്തിൽ ലോകമെങ്ങും പെട്ടെന്നുണ്ടായ ഉണർവിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ദുഷ്ടന്മാരുടെ ക്രൂരതയിൽ നിന്ന് ലോകത്തെ മോചിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കുന്നതിന് ഭഗവാൻ അവതരിക്കുമ്പോൾ അവാച്യമായ ആനന്ദത്താൽ ലോകം തെളിയുന്നു. അസുരന്മാരുടെ ഉപദ്രവം മൂലം അത്യധികം ദുഃഖിച്ചു കഴിഞ്ഞിരുന്ന ദേവന്മാർ ക്ലേശങ്ങൾ കറുകി വരുന്നതായി അറിഞ്ഞ് ആനന്ദിക്കുകയും ആനന്ദം പല രീതികളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അഹേതുകമായ സന്തോഷം ബാധിച്ചതിനാൽ കിന്നരന്മാരും ഗന്ധർവന്മാരും ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് കീർത്തനം ചെയ്തു. സിദ്ധന്മാരും ചാരണന്മാരും ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ സ്തുതിച്ചു. അപ്സര സ്ത്രീകളും വിദ്യാധാരികളും തങ്ങളുടെ കലാവിദ്യകളായ നൃത്തം, ഗീതം, താളമേളം, ഉത്തുംഗ സംഗീതം എന്നിവയാൽ അന്തരീക്ഷം സുപ്രസന്നമാക്കി. ദേവന്മാർ ഒരുമിച്ച് ചേർന്ന് കൽപ്പകവൃക്ഷത്തിന്റെ പൂക്കൾ കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു. പരമാത്മാവിൽ മുഴുകിയ മനസ്സോടുകൂടിയ മുനീന്ദ്രന്മാർ അവതാര രൂപം ദർശിച്ചു നമസ്കരിച്ചു. ഭക്തപ്രിയനായ ഭഗവാൻ അവതരിച്ചതിന്റെ പ്രഭാവം മൂലം ഭക്തന്മാർ മോക്ഷതുല്യമായ ആനന്ദത്താൽ മനസ്സ് കുതിർന്നവരായി മാറി. ചെറുതായ ഇടിമുഴക്കവും മഴക്കാറിന്റെ ഇരുട്ടും കൊഴുക്കാൻ തുടങ്ങിയപ്പോൾ കംസൻ ഭടന്മാർ മരിച്ചതുപോലെ ഉറങ്ങുന്നവരായി തീർന്നു. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ആ സമയത്ത് ആ അന്ധകാരത്തെ അകറ്റുന്ന പൂർണ്ണചന്ദ്രൻ കിഴക്കുദിക്കിൽ ഉദിച്ചതുപോലെ ഭഗവാൻ മഹാവിഷ്ണു പരിപൂർണ സ്വരൂപത്തോടുകൂടി ദേവകിയിൽ നിന്ന് അവതാരം ചെയ്തു. വിഷ്ണു രൂപങ്ങളെല്ലാം അവതാരത്തിൽ ഒത്തിണങ്ങിയിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണനായി ജഗദീശ്വരൻ അവതരിച്ചപ്പോൾ കലാപരിപൂർണനായി ചന്ദ്രനുദിക്കുന്ന സന്ദർഭത്തിൽ ലോകം മുഴുവൻ പ്രശോഭിതമാകുന്നത് പോലെ ആ സൂതികാലയം വിഷ്ണുവിന്റെ സംയുക്തമായ പ്രഭയാൽ ശോഭിച്ചു. വസുദേവൻ നോക്കിയപ്പോൾ ആ പുത്രനിൽ ഭക്തവത്സലനായ മഹാവിഷ്ണുവിനെ കണ്ടു. വസുദേവൻ വിസ്മയത്തിൽ